ടീച്ചർ, ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വായുവിനെ കുറിച്ചാണ്. വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണമെന്നും വായു മർദ്ദം പ്രയോഗിക്കണമെന്നും നമുക്ക് പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാം. അതിനായി വേണ്ടിയുള്ള സാധനങ്ങൾ: ഒരു വലിയ ബോട്ടിൽ, വാട്ടർ പൈപ്പ്, പിന്നെ ഒരു ഗ്ലാസ്, പിന്നെ ഒരു പൈപ്പ് കഷ്ണം, പിന്നെ ഒരു കമ്പി കഷ്ണം, പിന്നെ ലൈറ്റർ. ഈ ഉജാല കലക്കിയിട്ടാണ് ഞാൻ ഈ കളർ വാട്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് പരീക്ഷണത്തിലൂടെ പോവാം. ആദ്യം ഈ കുപ്പിയിലേക്ക് നമുക്ക് വെള്ളം നിറയ്ക്കാം. ഇപ്പോൾ ഈ കുപ്പിയിലെ ഈ പൈപ്പിൻ്റെ അറ്റം വരെ ഞാൻ വെള്ളം ഒഴിച്ചു. എന്നിട്ടും ഈ പൈപ്പിലൂടെ വെള്ളം പോയില്ല. ഇനി നമുക്ക് ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ചു നോക്കാം. ഇപ്പോൾ ഈ പൈപ്പിലൂടെ വെള്ളം പോയി. അതിൻ്റെ കാരണം നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചപ്പോൾ ഈ പൈപ്പിൽ വായു ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടാമത് വെള്ളം ഒഴിച്ചപ്പോൾ അന്തരീക്ഷത്തിലെ വായു മർദ്ദം പ്രയോഗിച്ചു ഈ പൈപ്പിലൂടെ വെള്ളം പുറത്തേക്ക് വന്നു. ഇതാണ് ഇതിൻ്റെ കാരണം. ഇനി അടുത്ത പരീക്ഷണത്തിലൂടെ നമുക്ക് പോവാം. ആദ്യം ഈ കുപ്പിയിലേക്ക് വെള്ളം നിറയ്ക്കണം. ഇനി ഞാൻ ഈ പൈപ്പിൻ്റെ അറ്റഭാഗത്തേക്ക് ഊടാൻ പോവുകയാണ്. ഇപ്പോൾ ഈ പൈപ്പിലൂടെ വെള്ളം വന്നു. അതിൻ്റെ കാരണം ഞാൻ ഈ ഊതിയപ്പോൾ ഈ പൈപ്പിലൂടെ വായു അകത്തേക്ക് പോയി. ഞാൻ ഊതൽ മാറ്റിയപ്പോൾ ആ വായുവും വെള്ളവും വന്നു. ഇതാണ് ഇതിൻ്റെ കാരണം. നമുക്കിനി അടുത്ത പരീക്ഷണത്തിലോട്ട് പോവാം. നമുക്ക് ആദ്യം ഈ കുപ്പിയിലേക്ക് വെള്ളം ഒഴിക്കാം. ഈ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കാം. ഞാനിനി ഈ പൈപ്പിൻ്റെ ഈ അഗ്രഭാഗത്തേക്ക് ഈ ഗ്ലാസ് മുട്ടിച്ചു. ഇപ്പോൾ ഈ പൈപ്പിലൂടെ വെള്ളം വന്നു. അതിൻ്റെ കാരണം ഞാൻ ഈ ഗ്ലാസ്സിൽ നിറച്ച വെള്ളം ഇതിനകത്ത് ഈ അഗ്രഭാഗത്തേക്ക് മുട്ടിച്ചപ്പോൾ വായുവിന് ചലനം സംഭവിച്ചു. അതുകൂടാതെ മർദ്ദ വ്യത്യാസവും ഉണ്ടായി. അപ്പോൾ ഈ പൈപ്പിലൂടെ വെള്ളം പുറത്തേക്ക് വന്നു. ഇതാണ് ഇതിൻ്റെ കാരണം.
ഇനി ഇതിൻ്റെ കുറിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? ഒന്നാം ഘട്ടത്തിൽ നമ്മൾ കുപ്പിയിലേക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചപ്പോൾ ഈ വാട്ടർ പൈപ്പിൽ വായുവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു. അപ്പോൾ ഈ പൈപ്പിലൂടെ വെള്ളം വന്നു. അതിൻ്റെ കാരണം ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചപ്പോൾ അന്തരീക്ഷത്തിലെ വായു ഈ കുപ്പിയിലേക്ക് മർദ്ദം പ്രയോഗിച്ചു. അപ്പോൾ ഈ പൈപ്പിലൂടെ വെള്ളം പുറത്തേക്ക് വന്നു. രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ഈ കുപ്പിയിലേക്ക് വെള്ളമൊഴിച്ചു. എന്നിട്ട് ഇതിൻ്റെ അഗ്രഭാഗത്തേക്ക് ഊതി. അപ്പോൾ വായുവിന് ചലനം സംഭവിച്ചു. മർദ്ദവ്യത്യാസവും ഉണ്ടായി. ഞാൻ ഈ പൈപ്പിലൂടെ ഊതിയപ്പോൾ ഈ പൈപ്പിലൂടെ വായു അകത്തേക്ക് വരുന്നു. ഞാൻ ഇത് ഊതൽ മാറ്റിയപ്പോൾ ഈ കുപ്പിയിലെ വെള്ളവും ആ വായും കൂടി പുറത്തേക്ക് വന്നു. ഇതാണ് ഇതിൻ്റെ കാരണം. മൂന്നാം ഘട്ടത്തിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഈ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചു ഇതിൻ്റെ അഗ്രഭാഗത്തേക്ക് വെച്ചു. അപ്പോൾ ഈ ഗ്ലാസ്സിലുള്ള വെള്ളം ഇതിൻ്റെ അകത്ത് കയറി. എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇത് മാറ്റിയപ്പോൾ ഈ പൈപ്പിലുള്ള വായുവിന് ചലനം സംഭവിച്ചു. അതുകൂടാതെ മർദ്ദവും വ്യത്യാസം നടന്നു. അതോടുകൂടെ ഈ കുപ്പിയിലുണ്ടായിരുന്ന വെള്ളം ഈ പൈപ്പിലൂടെ പുറത്തേക്ക് വന്നു. ഇതാണ് ഇതിൻ്റെ കാരണം. നന്ദി. ഇതിലൂടെ നമുക്ക് എന്തു മനസ്സിലാക്കാം? വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണമെന്നും വായു മർദ്ദം പ്രയോഗിക്കുന്നുമെന്നും നമുക്ക് ഈ പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം.